രക്ഷിക്കേ, രക്ഷിക്കേ, ബണ്ണി, എടാ എന്താ ഇത്? രക്ഷിക്കേ, ബണ്ണി, ബണ്ണി, വേഗം വാ, രക്ഷിക്കേ, വേഗം രക്ഷിക്കേ, കയ്യിലേക്ക് പിടിച്ചോ. എന്താ 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 സംഭവിച്ചേ? ചന്തയിൽ നിന്ന് വാങ്ങിയ മീനെല്ലാം പൂച്ച കെട്ടു. ഹോട്ടലിൽ കിടന്നുറങ്ങിയ നമ്മൾ എങ്ങനെ ഈ വെള്ളത്തിൽ വന്നു പെട്ടു? അടികൈ സാറേ, കവിതയൊക്കെ പിന്നെ പറയാം. ആദ്യം എന്നെ വന്നൊന്ന് രക്ഷിക്കേ. ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു കുട്ടി. നിനക്കൊന്നും പറ്റില്ലല്ലോ കിറ്റി? ഇല്ല സാർ, പക്ഷെ നമ്മളെങ്ങനെ നദിയിൽ വന്നു പെട്ടത്? കൊതുക് കുത്തിയെടുക്കുന്നത് രക്തമാണ്. ഇതാ ഹോട്ടലുകാരുടെ പണിയാണ്. അടികൈ സാർ, കവിത പറഞ്ഞിരിക്കേണ്ട സമയമല്ല, ഹോട്ടലുകാരെ തല്ലേണ്ട സമയമാണിത്. ശരിയാവാ. ചെരുപ്പിട്ട് കാല് പൊട്ടിയപ്പോൾ ഷൂസ് ഇട്ടു. നിങ്ങൾ കാരണം ഞങ്ങൾ വലിയ ആപത്തിൽപ്പെട്ടു. അടികൈ വളരെ നല്ല കവിതയാണ്. താങ്ക് യു, താങ്ക് യു. ഇതുപോലെ ഒരുപാട് എന്റെ കയ്യിലുണ്ട്. സാർ, അങ്ങിവിടെ കവിത പറയാനാണോ വന്നത്? ഓ, അത് ഞാൻ മറന്നു. നിങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചിരിക്കുകയാണ്. അല്ല, അങ്ങ് ആരാണ്? തൈരിൽ നിന്നും കിട്ടുന്നുവല്ലോ നല്ല മോര്. നീ എന്നോട് ഇത്ര ധൈര്യത്തിൽ ചോദിക്കുന്നുവല്ലോ, ഞാൻ ആര്? നോക്ക്, നിങ്ങൾ ചെയ്തതൊട്ടും ശരിയല്ല. ഈ ഡി പാണ്ഡ ഇവിടെയുള്ളപ്പോൾ ഒരു തെറ്റും സംഭവിക്കാൻ അനുവദിക്കില്ല. ഡി പാണ്ഡയോ? അങ്ങനെയാണെങ്കിൽ സി പാണ്ഡ? അതെന്റെ വല്യേട്ടനാണ്. ഞാൻ അനിയനാണ്. ദിലീപ് പാണ്ഡയാണ് എന്റെ പേര്. ദിലീപ് പാണ്ഡ. സാർ, ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ സാധനങ്ങളൊന്നും കാണാനില്ല. ഇവര് പറയുന്നത് നുണയാണ് സാർ. ഇവർ ഞങ്ങളുടെ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല. എടോ, ഇന്നലെ രാത്രി ഞങ്ങൾ തന്റെ ഹോട്ടലിലാ താമസിച്ചിരുന്നേ. എന്റെ സാറേ, ഒരു പക്ഷെ അവർ ഈ ഹോട്ടലിൽ താമസിച്ചിരുന്നെങ്കിൽ ഈ എൻട്രി ബുക്കിൽ അവർ രജിസ്റ്റർ ചെയ്യണമല്ലോ. എന്റെ പൊന്നോ, ഇതിനകത്ത് ഒരു എൻട്രിയുമില്ല. കുരയ്ക്കുന്ന ഡോഗ് ഒരിക്കലും കടിക്കില്ല. എന്റെ എൻട്രി ഇല്ലേ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അടികൈ എന്റെ പൊന്ന് കവി സാമ്രാട്ടെ, ഇവിടെ നിന്ന് പുറത്തു പോയിട്ട് റോഡിൽ ചെന്ന് എത്ര കവിത വേണമെങ്കിലും പാടിക്കോ. ഇനി എന്റെ സ്റ്റേഷൻ പരിധിക്കകത്തുനിന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞ ഇടിച്ചു പൊടിച്ച് പപ്പടമാക്കി പായസം കൂട്ടി ഞാൻ അങ്ങ് തിന്നും. പറഞ്ഞില്ലെന്ന് വേണ്ട. കട്ടവനെ വിട്ടിട്ട് കണ്ടവനെ പിടിച്ചു. ഈ പോലീസുകാരൻ എന്നെ ചതിച്ചു. അടികൈ നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാവും. ഹലോ, ഫുട്ബോൾ കൊണ്ട് ഫുട്ബോൾ ആണ് കളിക്കുന്നത്. ബണ്ണി, ഞാൻ കന്നെയാണ് വിളിക്കുന്നത്. അടികൈ എടാ, അയാൾ ഫോണിൽ കൂടെ കവിത പറയാൻ നോക്കാണ്. ഇനി നീ ഫോൺ എടുക്കണ്ട, അത് ഖന്നാ സാർ തന്നെ ആയിരിക്കും. കാതിൽ ഒരു ലോഡ് പഞ്ഞു വെക്കേണ്ടി വരും. സംശയമുണ്ടോ? വേറെ ആരോടെങ്കിലും അദ്ദേഹം കവിത പറഞ്ഞിട്ടുണ്ടാകും. അത് കാരണം വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ടാവും. അത് ശരിയാടാ. കിറ്റി എന്തെങ്കിലും പ്രോബ്ലത്തിനാണെങ്കിലോ? ഹലോ കിറ്റി, എന്താണ് പ്രോബ്ലം? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എടാ, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ മോഷണം പോയിരിക്കുക. പ്രോബ്ലം എന്താ അത് പറയേ. അതല്ല ഞാൻ പറഞ്ഞത്. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. എടാ, ഇവിടെ മോഷണം പോയിരിക്കാണ്. മോഷണം. അതെയോ? എല്ലായിടത്തും മോഷണം പോവല്ലോ. ആട്ടെ, അവിടെ മോഷണം പോയെങ്കിൽ ഖന്നാ സാറിന് എന്താ പ്രശ്നം? എടാ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. ഞാൻ എല്ലാം കേട്ട് കഴിഞ്ഞു. അവിടെ മോഷണം നടന്ന സാറിനെന്താ? എടാ, മോഷണം പോയത് ഞങ്ങളുടെ സാധനങ്ങളാണ്. നീ മര്യാദയ്ക്ക് മറ്റാരുടെയെങ്കിലും ഫോൺ കൊടുത്തേ. കൊച്ചളിയ, ഖന്നാ സാറ് ബുദ്ധിയുള്ളവരോടെ സംസാരിക്കുന്ന പറയുന്നത്. പറയൂ ഖന്നാ സാർ, എന്താ പ്രശ്നം? ഖന്നാ സാറേ, സാറ് ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ ഉടൻ തന്നെ അങ്ങ് വന്നേക്കാം. എന്താ സംഭവിച്ചത്? പോകുന്ന വഴി പറയാം. നമുക്ക് ഉടൻ തന്നെ ഒരു സ്ഥലത്തേക്ക് പോണം. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യേ. ഹലോ, എനിക്ക് റൂം വേണം. എത്ര റൂമാ വേണ്ടത്? ഒരെണ്ണം മതി. ഒസൂറിന് വിശ്രമിക്കാനുള്ളതാ. ഇതാണ് സെക്രട്ടറി,
പ്രോഗ്രാം എല്ലാം നോക്കുന്നത് ഇദ്ദേഹമാണ്. ഇവരെ കൂടാതെ ഞങ്ങൾ രണ്ടാളും. എക്സ്ട്രാ പേഴ്സണുള്ള ചാർജ് ഈടാക്കും. എക്സ്ട്രാ പൈസ ഒന്നും തരാൻ പറ്റില്ല, ഇപ്പൊ കുറച്ച് ടൈറ്റ് ആണ്. എത്ര കാശ് വേണമെങ്കിലും മേടിച്ചോ, പക്ഷേ റൂം വേണം. അങ്ങയുടെ ശബ്ദം എവിടെയോ കേട്ട പോലെയുണ്ട്. തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാകണം, കാരണം അത്ര മധുരമുള്ള ശബ്ദമാ. ഞങ്ങൾക്ക് നല്ല സെക്യൂരിറ്റി വേണം, കാരണം കോടിക്കണക്കിന് കാശ് ഞങ്ങളുടെ കയ്യിലുള്ളതാണ്. ഇവർക്ക് നമ്മളുടെ സ്പെഷ്യൽ റൂം കൊടുത്തേക്ക്. നന്ദിയുണ്ട് സുഹൃത്തെ, നിങ്ങൾ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങ് റൂമിലേക്ക് വെക്കോളൂ, സാധനങ്ങൾ ബോയ് എടുത്തോണ്ട് വന്നോളും. ഗുലാം, ആ ബാഗ് നീ എടുത്തോണ്ട് വന്നാൽ മതി. സംശയമുണ്ടോ? ആ എല്ലാം ശരിയാക്കാം. ഇതാണ് സാർ നിങ്ങളുടെ മുറി. ഇന്ന ഇത് വെച്ചോ. താങ്ക് യു. കന്നാ സാർ പറഞ്ഞത് ബെഡിൽ കിടന്ന് ഉറങ്ങിയെന്നാ. എഴുന്നേറ്റപ്പോൾ വെള്ളത്തിലായിരുന്നു. അപ്പോഴായിരുന്നു നദിയിൽപ്പെട്ട കാര്യം തന്നെ അറിഞ്ഞത്. ഇതിൽ കിടന്നുറങ്ങിയപ്പോൾ എങ്ങനെയാ നദിയിൽ പോയി പെട്ടത്? എന്നാലേ നമുക്ക് നദിയിൽ ചാടാം, അപ്പൊ ഇവിടെ എത്തുമെന്ന് നോക്കാലോ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഹണി? എല്ലാവരും കേട്ടോ, ഇത് നമ്മൾ കുറച്ച് കരുതലോടെ ചെയ്യേണ്ട കാര്യമാണ്. അതെ, നമുക്ക് ഉറങ്ങാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പിടികിട്ടും. എന്നാൽ എനിക്കിപ്പോ ഉറക്കം വരുന്നേ ഇല്ല. ഇവിടെ തന്റെ തലക്കകത്തെന്താ കളിമണ്ണാണോ അതോ കരിങ്കല്ലാണോ? നമ്മൾ ഉറങ്ങുന്നില്ല, ഉറങ്ങുന്നത് പോലെ അഭിനയിക്കും. അഭിനയിക്കാൻ അറിയാലല്ലേ? എന്നെ നോക്ക്, ഒന്ന് നിർത്ത് നിർത്ത് ചേട്ടാ, വണ്ടി നിർത്ത്. ഇവിടെ ആരാ വണ്ടി ഓട്ടിക്കുന്നേ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കറാത്ത ചെയ്യുന്നത് പോലെ സൗണ്ട് കൊടുക്ക്. സംശയമുണ്ടോ? രക്ഷിക്കേ, രക്ഷിക്കേ, ബണ്ണി, എടാ എന്താ ഇത്? രക്ഷിക്കേ, ബണ്ണി, ബണ്ണി, വേഗം വാ, രക്ഷിക്കേ, വേഗം രക്ഷിക്കേ. കയ്യിലേക്ക് പിടിച്ചോ. എന്താ 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 സംഭവിച്ചത്? അപ്പൊ ഇതാണ് ഐഡിയ. ഗസ്റ്റിന്റെ വെള്ളത്തിലേക്ക് ഒഴുക്കുക, എന്നിട്ട് അവരുടെ പൈസ മുഴുവൻ അടിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ സാധനം മോഷ്ടിക്കാൻ ആരെങ്കിലും വരും. സംശയമുണ്ടോ? മിണ്ടാതിരിക്കേ. ഇനി ബീറോ തുറന്ന് എല്ലാം കൊണ്ടുപോകാം. കുത്തിയിരിക്കണ ചങ്ങാതി ചെപ്പ് തുറന്നൊന്ന് കാട്ടൂലേ. എത്ര വലിയ കുറ്റവാളിയായിരുന്നാലും ഏതെങ്കിലും ഒരു തുരുമ്പ് വിട്ടുപോകും. സംശയമുണ്ടോ? എന്റെ പൊന്നോ, ഇനി ജയിലിൽ കിടന്ന് ചപ്പാത്തി തിന്നാ മതി. താനെന്താ ഞങ്ങൾ അത്ര എളുപ്പത്തിൽ പിടികൂടാന്ന് കരുതിയോ? എടാ സോമസുന്ദര, ഞങ്ങൾ 5 പേരുണ്ട്. തന്റെ ഒരു സോമസുന്ദരൻ ഞങ്ങളെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല. ഇത് സോമൻ, ഇത് സുന്ദർ, ഇത് ധരൻ. ഇനി നിന്റെയൊക്കെ കഥ കഴിച്ച് ഈ നദിയിലേക്ക് വലിച്ചെറിയും. ഇത് ചീറ്റിംഗ് ആണ്. ഒരാളുടെ പേര് പറഞ്ഞിട്ട് 3 പേര് വരുന്നോ? ഇത് ചീറ്റിംഗ് ആണ്. നിക്കടവിടെ. വേണ്ട, ഓരോരുത്തരടുത്തല്ല.
നിങ്ങളെന്തായി കാണിക്കുന്നേ? നിങ്ങൾ ആരുടെ പക്ഷക്കാരാണ്? മാനേജറെ, താൻ കാണിച്ച ഈ പ്രവൃത്തി കാരണം ജീവിതകാലം മുഴുവൻ അഴിയെണ്ണിയാ മതി. ഓണത്തിന് കിട്ടും നല്ല ചോറ് പഞ്ചറായി പോയി ഞങ്ങളുടെ കാറ്. അടികൈ. ഇവർ കുറ്റവാളികൾ തന്നെയാണ്. പനി വന്നാൽ ഉടൻ തന്നെ മരുന്ന് കഴിക്ക്. എന്റെ പാണ്ഡ സാറേ, നിങ്ങളുടെ വേഷമൊന്ന് അഴിക്ക്. അടികൈ. ഈ കവിതയ്ക്ക് ആര് കൈയടിക്കാനാ? ഈ കവിതയ്ക്ക് നല്ല തല്ലാണ് കൊടുക്കേണ്ടത്. എന്നാൽ കുട്ടികൾക്ക് വേണ്ടി കൈയടിച്ചേ മതിയാവൂ. അയ്നോ, നിങ്ങളെ കൊണ്ട് മാത്രമേ ഈ പ്രശ്നം തീർക്കാൻ കഴിയുള്ളൂ. ഒരു കുഴപ്പമില്ല. കമോൺ, ഹഗ് മീ. മനുഷ്യർക്കറിയാത്തൊരു കാര്യമുണ്ട്. ലോകത്തിൽ ഏറ്റവും വലിയ ആയുധം സ്നേഹം മാത്രമാണ്. സംശയമുണ്ടോ?